നമ്മുടെ എറണാകുളത്തുള്ള ഒരുപാട് സിനിമാ പ്രേമികൾക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചേട്ടനാണ്. അഭിചേട്ടൻ എന്നുള്ളത് ഒരു ചേട്ടനാണ് അല്ലെ. നമുക്ക് ഏത് സമയവും നമുക്ക് സമാധാനമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ആവശ്യം പറയാറുണ്ട്, അവസരം ചോദിച്ചോ, കാശ് മാത്രം ചോദിച്ചു വിളിച്ചേക്കാം. ഞാൻ ചുമ്മാ പറയുന്നത്. കാരണം ഇപ്പൊ എത്രയോ പേര് നമ്മളെ അതിനും വിളിക്കാറുണ്ട്. നമ്മളെ അവിടെ ഉണ്ടെങ്കിൽ സഹായിക്കും, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വിഷമിക്കുന്ന അവസരം ഇല്ലാത്തപ്പോഴാണ് ഈ പിള്ളേരെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ചേട്ടാ എത്ര വർഷമായി ചേട്ടാ സിനിമ ഞാൻ നിർത്തി ഇടന്ന് പറഞ്ഞു. ഞാൻ പറയടാ വിഷമിക്കാതെ, ഒരു സമയത്തേക്ക് നടക്കും. ഇപ്പം എൻ്റെ അടുത്ത സിനിമയിൽ കുറേ പയ്യന്മാർ അഭിനയിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ അഭിനയിക്കുന്നുണ്ട്. കാരണം ഫ്രഷ് ആയിട്ടുള്ള കുട്ടികളെ സിനിമയിലേക്ക് എത്തിക്കണം. കാരണം ഇനിയുള്ള ജനറേഷൻ ആർട്ടിസ്റ്റുകൾ വേണം നമുക്ക് ഇനിയും. അത് ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പം പണ്ടത്തെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ മറ്റേ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ പേരുണ്ട്, അല്ലാണ്ട് കൂടുതലും പാഷനേറ്റ് ആയിട്ട് വന്നവരാണ് ഒരുപാട് പേര്. ഇപ്പം നമ്മളുടെ ലാലേട്ടനും മമ്മൂക്കും അടക്കമുള്ളവർ. എന്നാൽ ഇന്ന് കുറച്ചുകൂടെ അതിന് സ്കൂൾസ് ഉണ്ട്, ട്രെയിൻഡ് ആണ് ആളുകൾ, അങ്ങനെ ഒരു ഫോർമൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ചേഞ്ച് നമുക്ക് പലതിലും കാണാനുണ്ട്. അപ്പോൾ ശരിക്കും അത് വിച്ച് വൺ വുഡ് യു പ്രിഫർ, ദ പാഷനേറ്റ് ഇൻബോൺ തിങ് അല്ലെങ്കിൽ മറ്റേത്? ഇല്ല, രണ്ടും രണ്ട് രീതിയാണ്. ഒന്ന് പണ്ട് ഇപ്പം ഞാൻ എപ്പോഴും നാടകങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് പോലും ഞാൻ ഒരു നാടക മേള ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. അവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നാടകങ്ങൾ വീണ്ടും തിരിച്ചു വന്നാൽ ഒരുപാട് ഈ ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ തിലകൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്, രാജൻ പി സാറിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയോ നാടകത്തിൽ നിന്ന് വന്ന ഈ എന്താ പറയുക ലെജൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കഥാപാത്രം എഴുതുമ്പോൾ, ഇപ്പം ഞാൻ ഇന്ന് കിരീടം പോലൊരു സിനിമ എഴുതിയാൽ എനിക്കത് തിലകൻ ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. ഞാൻ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളെ മോശമാക്കി പറയുകയല്ല, എനിക്ക് ആ ഡ്രാമ ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. ഇത് സത്യം തന്നെയാണ്, ഇത് എല്ലാ സിനിമാക്കാരും പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് രാജൻ പി സാറിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല, അല്ലെ എൻ്റെ NF വർഗീസിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല ഇന്നത്തെ ജനറേഷനിൽ. അപ്പോൾ അത് തിരിച്ചു വരണമെങ്കിൽ നാടകം, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അവസരമുണ്ട്. യങ്സ്റ്റേഴ്സിന് ഈ ഡ്രാമ സ്കൂളിൽ പോയി പഠിക്കുകയും അല്ലെങ്കിൽ ഈ ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കുകയും വരാൻ പറ്റും. ഒരു 40-45 വയസ്സുള്ള ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ ഫാമിലി, അയാളുടെ പ്രശ്നങ്ങളും കാരണം, അല്ലെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻ കാരണം അയാൾക്ക് ചിലപ്പം ഈ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പറ്റില്ല. നാടകം ഒരു വരുമാനമായിരുന്നു. അപ്പോൾ ഇവര് നാടകത്തിന് പോവും. ഈ തട്ടേ കയറി 1.5 മണിക്കൂറിലെ 2 മണിക്കൂർ നാടകം കാണാതെ പഠിച്ച് പറയുന്ന കലാകാരൻ, അയാളാണ് ശരിക്കും പറഞ്ഞാൽ ദ ബെസ്റ്റ് ആക്ടർ എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ് മലയാള സിനിമ എന്നല്ല, ഈ ഇന്ത്യൻ സിനിമ, വേൾഡ് സിനിമ തന്നെ ഭരിച്ചിട്ടുള്ള ആക്ടേഴ്സ് അവരൊക്കെ തന്നെയാണ്. അപ്പം അത് നമുക്ക് ഇപ്പം മിസ്സിങ് ആണ്, കാരണം നാടകമില്ല. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കുട്ടികൾക്ക് ഗുണം എന്താ വെച്ചാൽ നല്ല നാടകത്തിൽ നിന്ന് വന്ന ആളുകൾ കൊടുക്കുന്ന ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പല ആർട്ട് ലാബൊക്കെ പോലത്തെ അല്ലെങ്കിൽ ന്യൂ സ്കൂളൊക്കെ പോലത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാൻ വരുന്നവർ ഈ പറയുന്ന ടാലൻ്റ് ആയിട്ടുള്ള ഡ്രാമ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ഡ്രാമ ഡയറക്ടേഴ്സുമായി. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ കൽക്കട്ടയിൽ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് മിസ്സാവുന്നത് ഞാൻ ഈ പറഞ്ഞ ഫാക്ടറാണ്. അതായത് നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിൽ ഇതേപോലത്തെ ഹൈ ഇൻറ്റൻസ് ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ വേണം എന്ന് നോക്കിയാൽ കയ്യിലുണ്ടാവുന്നവരേ ഉള്ളൂ. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിന് ഏറ്റവും ഉദാഹരണം ഇത് തന്നെയാണ്. കിരീടത്തിലെ ലാലേട്ടനും തിലകൻ ചേട്ടനുള്ള ക്ലൈമാക്സ് കോമ്പിനേഷനിൽ നിന്റെ അച്ഛനാടാ പറയുന്നത്, കത്തി താഴെ ഇടാന്ന് പറയുന്ന ഡയലോഗ് പറയാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏത് ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ചിലപ്പോൾ അത് ചെയ്യുന്നവർ കാണും, നന്നായി ചെയ്യുന്നവരും കാണാൻ അവസരം കൊടുത്താൽ എനിക്ക് പ്രത്യക്ഷത്തിൽ ആരും അറിയില്ല. ഇതിനാണ് അതിൻ്റെ റീസൺ. ഒരു തിലകൻ ചേട്ടൻ അല്ലെങ്കിൽ ഒരു രാജൻ പി സാറ് അല്ലെങ്കിൽ ഇപ്പം ഈ ഇന്നസെൻ്റ് ചേട്ടൻ നമുക്ക് ഇല്ലാതായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇവരെയൊന്നും റീപ്ലേസ് ചെയ്യാനില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം ഗോഡ് ഫാദർ പോലത്തെ ഒരു സിനിമ ഇന്ന് ചെയ്യണമെങ്കിൽ അതിനാരെ അഭിനയിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ച സാറിൻ്റെ റോൾ ചെയ്യാൻ ആളില്ല, അതിൽ പിന്നെ ഇന്നസെൻ്റ് ചേട്ടൻ ഇല്ല, തിലകൻ ചേട്ടൻ ഇല്ല. അപ്പോൾ ഇന്ന് അതുപോലൊരു സിനിമ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ന്യൂജൻ പരിപാടിയൊക്കെ എഴുതി പടങ്ങൾ. പക്ഷെ എൻ്റെയൊക്കെ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്നത് എപ്പോഴും ഞാൻ ഫാമിലി സബ്ജക്റ്റുകൾ എഴുതുന്നത്, അതിൽ കുറച്ച് ഡ്രാമാസ് കൂടുതലല്ല. അപ്പം അത് പ്രസന്റ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്തേണ്ടി വരും. മാളിപ്പുറം കണ്ടവർക്കല്ല, ടി ജി രവിചേട്ടൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. രവിയേട്ടൻ്റെ കഥാപാത്രം ഞാൻ എഴുതുമ്പോൾ അന്ന് രവിയേട്ടൻ മനസ്സിലല്ല, ഞാൻ എഴുതുമ്പോൾ തിലകൻ ചേട്ടനാണ് എൻ്റെ മനസ്സിൽ. ഞാൻ തിലകൻ സാറിനെ മനസ്സിൽ കണ്ടിട്ടാണ് ആ കഥാപാത്രം എഴുതുന്നത്. തിലകൻ സാർ ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ തിലകൻ സാറിനോളം ആ കഥാപാത്രത്തെ ഡെപ്ത് ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിനെ നോക്കുന്ന സമയത്താണ് രവിയേട്ടൻ്റെ മുഖം നമുക്ക് വരുന്നത്. അപ്പോൾ രവിയേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തു. ഞാൻ എന്ത് മനസ്സിൽ കണ്ടോ അതിന്റെ മുകളിൽ രവിയേട്ടൻ അത് ചെയ്തു തന്നിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം പട്ടട എന്നുള്ളൊരു കഥാപാത്രമൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കണ്ടിട്ടുള്ള പേടിച്ചിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ രവിയേട്ടൻ ആ കാര്യത്തിൽ എനിക്ക് ഞെട്ടിച്ചു കളഞ്ഞു, ഭയങ്കര സംഭവമായി കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ
വരുമായിരിക്കും, ഇനി ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരും. ഞാൻ നമ്മുടെയൊക്കെ ശ്രമം ഇപ്പോഴത്തെ ഒരു സമയത്തെ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് പണ്ടത്തെ പല ആർട്ടിസ്റ്റുകളെയും പൊളിച്ചെഴുതുകയാണെന്ന് തോന്നാറുണ്ട്. പണ്ട് അൺയൂസ്ഡ് ആയിരുന്ന പല ആൾക്കാരും ഇപ്പൊ കൂടുതലായിട്ട് അതിന്റെ യൂസ് ഏറ്റവും വലിയ ചെയ്യുന്നുണ്ട്. ഉദാഹരണമാണ് ഇന്ദ്രൻ സേട്ടൻ. അതെ, ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ പണ്ട് ഒരു 5 വർഷം മുന്നത്തെ സിനിമ എടുത്ത് നോക്കി, ഇന്ദ്രൻ ചേട്ടനെ കോമഡിക്ക് വേണ്ടി മാത്രം ഇട്ടുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് ഇന്ന് ആ ബോഡി മനുഷ്യൻ ഷേമിംഗ് ഒക്കെ ആയിട്ട് ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ. നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഹോം എന്നൊരു സിനിമയിലൊക്കെ എന്താ അദ്ദേഹത്തെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ വെച്ചൊരു ഒരു സിനിമ ചെയ്യണമെന്ന്. ഞാൻ അദ്ദേഹത്തോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിനെല്ലാം ഒത്തുവന്ന് ഞങ്ങളെ പടം ചെയ്യും. അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, മറ്റേ ആരും കാണാതെ കിടന്ന മാണിക്യം എന്ന് പറയുന്നില്ലേ, അദ്ദേഹം പണ്ട് ഏതോ ഒരു ഗൾഫ് ഷോയിൽ ഒരുപാട് വർഷം മുന്നേ പുള്ളി സ്റ്റേജിൽ പറയുന്നുണ്ട്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തന്നില്ല, നാഷണൽ അവാർഡ്. അതൊക്കെ അയാളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് മുന്നേ അല്ലേ ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞല്ലേ, അതൊക്കെയാണ് ശരിക്കും റിയൽ ബൗൺസ് ബാക്ക്. അതൊക്കെ അതിൻ്റെയൊക്കെ മുന്നേ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് അറിയാം. അത് അല്ല, അതുപോലെ ചേട്ടൻ ആരെങ്കിലും നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണെന്നുള്ള അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ അത് മനസ്സിലാവും. ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ഇതുവരെ ചെയ്തതിൽ നിന്നും പൊളിച്ചെഴുതിയ ഒരു പരിപാടി ആ സിനിമയ്ക്കകത്ത് കാണും, ഉറപ്പായിട്ടും കാണും. അത് ഗ്യാരണ്ടി. അത് ആരാന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ ആർട്ടിസ്റ്റിൽ നിന്ന് ഇതുവരെ പ്രേക്ഷകർ അങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ലായിരിക്കും.